ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മൂന്നാമത്തെ സെഷനാണ്. ആദ്യത്തെ 2 സെഷൻ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ട് ഞാൻ ഈ കാർഡിൽ അതിന് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ 2 സെഷന്റെയും ലിങ്ക്സ് കാണാവുന്നതാണ്. സോ അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം. സോ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ചാർജസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്, ചാർജും ചാർജിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും. സെക്കൻഡ് സെഷനിൽ കൂടുതലും കൂളംസ് ലോനെ കുറിച്ചാണ് പഠിച്ചത്. ഈ തേർഡ് സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച്, പിന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ കുറിച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം കൂളംസ് ലോ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നു. കാണാത്തവർ വീണ്ടും കണ്ടിട്ട് വരിക, ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി, അതിന് ലിങ്ക് കിട്ടും. സോ കൂളംസ് ലോ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചാർജസ് തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും. ഒരു Q1 ചാർജ് ഉണ്ട്, ഒരു Q2 ചാർജ് ഉണ്ട്. അവ തമ്മിൽ ഒരു R ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിൽ എത്ര ഫോഴ്സ് ഉണ്ടാവും എന്നതായിരുന്നു നമ്മൾ കൂളംസ് ലോയിൽ കൂടെ പറഞ്ഞത്. ഓക്കെ, കൂളംസ് ലോ പറയുന്നുണ്ടോ ഇത് Q1ഉം Q2ഉം ആണെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ R ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് K × Q1 Q2 / R² എന്നാണ്. സോ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ചാർജസ് ആണെങ്കിൽ, രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. സോ എനിവേ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. ബട്ട് ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണോ ഒരു ഡയറക്ഷനും ഒരു മാഗ്നിറ്റ്യൂഡും ഉള്ളത് അതിന് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഫോഴ്സ്, ഇപ്പൊ ഞാൻ ഫോഴ്സിന്റെ കാര്യം തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു പേനയുണ്ട്. ഈ പേനയിൽ ഞാൻ ഇങ്ങോട്ട് വലിക്കുവാണെന്നുണ്ടെങ്കിൽ പേന ഇങ്ങോട്ട് വരും. ആ സെയിം ഫോഴ്സ് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേന അങ്ങോട്ട് പോകും. ഓക്കെ, സോ ഞാൻ ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. സോ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവുന്നുള്ളൂ, എത്ര ഫോഴ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എപ്പോഴും നമ്മൾ ഫോഴ്സ് പറയുമ്പോഴത്തേക്കും അതിനെ വെക്ടറൈസ്ഡ് ഫോമിൽ വേണം എഴുതാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 2 ചാർജസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ Q1 ആൻഡ് Q2. അവ തമ്മിൽ ഒരു R ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്റ്റൻസും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയെ നമുക്ക് നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. സോ ഈ ഡിസ്റ്റൻസിന് നമ്മൾ ഇവിടെ നിന്നും അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ Q1ൽ നിന്നും Q2യിലോട്ടാണുള്ള ഡിസ്റ്റൻസ് നോക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ R12 എന്ന് പറയും. ഓക്കെ, അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അത് R21 ആയിരിക്കും. സോ R12ന്റെ ഓപ്പോസിറ്റ് ആണ് R21. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങോട്ട് -5 മീറ്റർ ആയിരിക്കും. സോ R12 = -R21. ഓക്കെ, ഇനി വെക്ടറൈസ്ഡ് ഫോമിൽ ഈ ഫോഴ്സ് എഴുതുമ്പോഴത്തേക്കും അഗൈൻ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും മാറത്തില്ല. സോ K Q1 Q2 / F12 ആണ് പറയുന്നത്. 1ൽ 2 കൊടുക്കുന്ന ഫോഴ്സ്, Q1ൽ Q2 കൊടുക്കുന്ന ഫോഴ്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് F12 എന്ന് പറയാം. സോ K Q1 Q2 / R12². ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഡയറക്ഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് വെക്ടർ നമ്മൾ കൊടുക്കും, അതാണ് ഈ R12 ക്യാപ് എന്ന് പറയുന്നത്. സെയിം വേ നമ്മൾ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ Q2ൽ Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വീണ്ടും എക്സ്പ്രഷൻ സെയിം തന്നെയാണ്, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും മാറത്തില്ല. ഈ ചാർജ്, ആദ്യത്തെ 2 ചാർജ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യത്തെ ചാർജിൽ രണ്ടാമത്തെ ചാർജ് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നു അത്രയും തന്നെ ഫോഴ്സ് രണ്ടാമത്തെ ചാർജിൽ ആദ്യത്തെ ചാർജും ആക്ട് ചെയ്യിക്കും. അതുകൊണ്ട് എക്സ്പ്രഷനിൽ ഡിഫറൻസ് ഒന്നുമില്ല. K Q1 Q2 / 2ൽ 1 ഉള്ള ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ R21² എന്ന് എടുത്തു. എന്നിട്ട് ആ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു R21 ക്യാപ് കൊടുത്തു. മനസ്സിലായി? So this is how you write the vector form of Coulomb's law, vector expression of Coulomb's law. ഇനി ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു R12ന്റെ നേരെ നെഗറ്റീവ് ആയിരിക്കും R21. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നോക്കി, ഈ ഒരു എക്സ്പ്രഷൻ K Q1 Q2 / R12² and K Q1 Q2 / R21², അത് അത്രയും ഈക്വൽ ആണ്. ഓക്കെ, ഈ R12 എന്ന് പറയുന്നത് -R21 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് F12 എന്ന് പറയുന്നത് -F21 എന്ന് എഴുതിക്കൂടെ? ഇതെന്താ പ്രൂവ് ചെയ്യുന്നത്? ദിസ് പ്രൂവ്സ് ദാറ്റ് Coulomb's law follows Newton's third law of motion. Newton's third law of motion എന്താ പറയുന്നത്?
എവറി ഫോഴ്സ് ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ. സോ അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ചാർജസ് ഉണ്ട്. ഈ ചാർജ് രണ്ടാമത്തെ ചാർജിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ആ സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് തന്നെ ഈ ചാർജിലും ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഡയറക്ഷൻ എന്തോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ F12 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ F21 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലെ. That is basically that is complying with Newton's third law of motion. So force is a vector quantity, so we have to express that Coulomb's law in vector form. So for expressing that in vector form, we write it as k q1 q2 divided by r12 square, and we'll put a unit vector r12 cap to specify the direction of the force. Similarly, to specify the opposite force or the force by the other charge on this charge, we'll write it as F21, that is k q1 q2 divided by r21 square, and we'll specify the direction by putting a unit vector r21 cap. Okay, that is the vector form of Coulomb's law. ഇനി നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഈ സൂപ്പർ പൊസിഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പലതും മൈൻഡിൽ വരും. അതൊന്നും അല്ല. ബേസിക്കലി മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്രയും നേരം നമ്മൾ രണ്ട് ചാർജ് വെച്ചായിരുന്നു കൂളംസ് ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഒരു Q1 ഉണ്ട്, ഒരു Q2 ഉണ്ട്. ഇനി ഒരു Q3 കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഇരിക്കണം. ഒരു ട്രയാങ്കിളിന്റെ മൂന്നറ്റത്തായിട്ട് മൂന്ന് ചാർജസ് ഇരിക്കണം. അപ്പൊ ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും, ഫോഴ്സ് എങ്ങനെയായിരിക്കും? 4 ചാർജ് ഉണ്ടെങ്കിലും 5 ചാർജ് ഉണ്ടെങ്കിലും, സോ രണ്ടിൽ കൂടുതൽ ചാർജ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ? അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൽ എന്ന കൺസെപ്റ്റ് നോക്കുന്നത്. ഓക്കെ, സോ ഇമാജിൻ ദാറ്റ് there is one charge capital Q, അതിന്റെ കൂടെ തന്നെ n number of other charges ഉണ്ട്. Q1, Q2, Q3 etc. up to Q1, Qn. അപ്പോൾ അവിടെ ഉള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാർജസ് എല്ലാം, സോ ലെറ്റ്സ് സേ ഇതൊരു നെഗറ്റീവ് ചാർജ് ആണ്, ഇതെല്ലാം പോസിറ്റീവ് ചാർജ് ആണ് എന്ന് വെച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ചാർജും ഈ ചാർജിനെ പിടിച്ച് അങ്ങോട്ട് വലിക്കും. ശരിയാണോ? ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആയി കഴിഞ്ഞാൽ അൺലൈക്ക് ചാർജസ് ആണ്. സോ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. സോ അട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഓരോ ചാർജും ഈ ചാർജിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും. ഓക്കെ, അപ്പൊ ഒറ്റ ഫോഴ്സ് അല്ല, ഈ ഇവിടെ ഒരു ഫോഴ്സ് ആയി, ഇവിടെ ഒരു ഫോഴ്സ് ആയി, ഇവിടെ ഒരു ഫോഴ്സ് ആയി, അങ്ങനെ n നമ്പർ ഓഫ് ഫോഴ്സസ് ആ ബോഡിയിൽ വരുന്നുണ്ടാവും. സോ ഇതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എനി ചാർജ് ഈസ് ഈക്വൽ ടു ദ വെക്റ്റർ സം ഓഫ് ഫോഴ്സസ് ബൈ ദി ഇൻഡിവിജ്വൽ ചാർജസ്. ഓക്കെ, സോ ഈ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ Q1 Qയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F1 ആയി എടുക്കാം, Q2 Qയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F2 ആയിട്ട് എടുക്കാം. ദീസ് ആർ ഓൾ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ F2 ക്യാപ് നമ്മൾ കൊടുക്കണം. Q3 Qയിൽ ആക്ട് ചെയ്യുന്ന F3 ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത് Fn. ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ F total will be equal to F1 plus F2 plus etc. up to Fn. ഇത് എപ്പോഴും ഒരു വെക്റ്റർ സം ആയിരിക്കും. ഓക്കെ, വെക്റ്റർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടറേഷൻ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടറേഷൻ ഫോളോ ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ കമ്പോണന്റ് ഫോമിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഇതിന്റെ സം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ട് ഫോഴ്സസ് ആണ് ഉള്ളത് എന്ന് വെച്ചോളാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇങ്ങനെ വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, F1 F2 രണ്ട് ചാർജസ് ആണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു Q1 ഉണ്ട്, ഒരു Q2 ഉണ്ട്. Qവിൽ ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇവ തമ്മിൽ തീറ്റ ആംഗിൾ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ, റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. വളരെ ബേസിക് ആയിട്ട്, വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. ഓക്കെ, സോ ഈ റിസൾട്ടന്റ് ഫോഴ്സ് ഇതിലുണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരു കല്ല് വെക്കുവാണ്. ഓക്കെ, ഈ കല്ലിനെ ഞാൻ അങ്ങോട്ടും വലിക്കുന്നു ഇങ്ങോട്ടും വലിക്കുന്നു. ഓക്കെ, ഒരു സാധനം വെച്ചിട്ട് ഒരു സാധനം കെട്ടിട്ട് ഞാൻ അങ്ങോട്ടും വലിക്കുന്നു ഇങ്ങോട്ടും വലിക്കുന്നു. ഓക്കെ, അപ്പൊ ആ സാധനം എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഈ ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, ആ സ്റ്റോണിനെ ഞാൻ കയറ് കെട്ടി ഇങ്ങോട്ടും വലിക്കുവാണ് ഇങ്ങോട്ടും വലിക്കുന്നു. അപ്പൊ ആ സ്റ്റോൺ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ഏകദേശം ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, നടുക്കൂടെ ആയിരിക്കും പോകുന്നത്. ആ നടുക്കൂടെ പോകുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ഫോഴ്സ് കാരണം എഫക്റ്റീവ്ലി എത്ര ഫോഴ്സ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഏത് ഡയറക്ഷൻ ആ ഫോഴ്സ് ഉണ്ടാവും
എന്നുള്ളതിനൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഈ റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഒരു കല്ലിന് നമ്മൾ കെട്ടുന്നു, രണ്ട് സൈഡും വലിക്കുന്നു, അപ്പൊ അത് നടുക്കൂടെ പോകുമല്ലോ. ആ നടുക്കൂടെ പോകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട്, F1 F2. തീറ്റ ആംഗിൾ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കും. റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2 F1 F2 cos theta. Okay, everything is under root. Okay, root of F1 square plus F2 square plus 2 F1 F2 cos theta. ആ cos theta തീറ്റയാണ് ഇവ തമ്മിലുള്ള ആംഗിൾ. മനസ്സിലായോ? സോ നെറ്റ് ഫോഴ്സ് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 ന്യൂട്ടൺ, ആദ്യത്തെ F1 3 ന്യൂട്ടണും F2 5 ന്യൂട്ടണും ആണെന്നുണ്ടെങ്കിൽ F1 സ്ക്വയർ, F1 എന്ന് പറയുന്നത് 3 ന്യൂട്ടൺ, അപ്പോൾ 3 സ്ക്വയർ പ്ലസ് F2 5 ന്യൂട്ടൺ, 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു കോസ്, ഇവ തമ്മിൽ എത്രയാണോ ആംഗിൾ, ലെറ്റ്സ് സേ 30 ഡിഗ്രി ആണെങ്കിൽ കോസ് 30. ഇങ്ങനെയാണ് നമ്മൾ വെക്ടർ സം ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ n നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്നും നമ്മൾ റിസോൾവ് ചെയ്ത് നമ്മൾ വെക്ടർ സം കണ്ടുപിടിക്കും. സോ ലെറ്റ്സ് സേ ഇവിടെ ഒരു F3 കൂടെ ഉണ്ട്, ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ ഒരു F3 കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം രണ്ടെണ്ണത്തിന്റെ വെക്ടർ സം കണ്ടുപിടിച്ച് ഒരു F നെറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ F നെറ്റും F3യും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിച്ച് അവ തമ്മിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ n നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ഓരോന്നായി വെക്ടർ സം എടുത്ത് നമ്മൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കും. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചാർജസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിനെ സ്പെസിഫൈ ചെയ്യുന്ന ലോ ആണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്തുവാ? നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എനി ചാർജ് is equal to the vector sum of forces acting on the individual. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഏകദേശം ഇതേപോലെ എഴുതണം. എക്സാക്ട്ലി ഇതേപോലെ എഴുതിയില്ലാത്ത നിങ്ങൾ കാണാൻ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എക്സാക്ട്ലി ഇതുപോലെ എഴുതില്ല എന്നുണ്ടെങ്കിലും ഏകദേശം ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ദിസ് ഡൗൺ. നിങ്ങൾ എഴുതിയെടുക്കുന്നു. ഞാൻ ഈ പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് ഇത് എഴുതി പഠിക്കാം. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ബൈ ദി ഇൻഡിവിജ്വൽ ചാർജസ്. സോ F total equal to F1 plus F2 plus etc. up to F1. ഇത് വെറുതെ പ്ലസ് അല്ല, എപ്പോഴും ഇത് വെക്ടർ സം ആയിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അസ്യൂം ചെയ്യുക രണ്ട് ചാർജ് Q1 and Q2. ഇതിൽ ഈ Q2 എന്ന് പറയുന്ന ചാർജ് ഒരു 1 കൂളം ചാർജ് ആയി മാറും, ഒരു ടെസ്റ്റ് ചാർജ് ആയി മാറും. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു 1 കൂളം ചാർജ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, സോ Q2 എന്ന് പറയുന്ന ചാർജ് ഒരു ടെസ്റ്റ് ചാർജ് ആയി മാറി, ഒരു 1 കൂളം ചാർജ് ആയി മാറി. അങ്ങനെയുള്ള കേസിൽ ഈ 1 കൂളം ചാർജ് ഈ Q1 കാരണം എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ്പ്രഷൻ ഇതിൽ ഡെഫിനിഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി at a point is defined as the force experienced by a unit test charge at that point. Okay, ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ്, ഒരു 1 കൂളം ചാർജ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ 1 കൂളം ചാർജ് ഈ ഉള്ള ചാർജ് കാരണം എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഒരു Q1 ഉണ്ട്, അതിന് നമ്മൾ സോഴ്സ് ചാർജ് എന്ന് പറയും. ഈ പോയിന്റിലാണ് എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചുള്ളത്. ഓക്കെ, ഈ പോയിന്റിനെ ഞാൻ P എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ Pയിൽ നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യും, Q0. അങ്ങനെയാണെങ്കിൽ ആ Pയിൽ എത്ര ഫോഴ്സ് ഉണ്ടാവും, ആ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ Q0 എന്ന് പറയുന്നത് എപ്പോഴും 1 കൂളം ആയിരിക്കണം. ഓക്കെ, സോ Q0 എത്രയാണോ, ആ ഫോഴ്സ് എത്രയാണോ, അതിനെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ വാട്ട് എവർ ടെസ്റ്റ് ചാർജ് വി ആർ പുട്ടിംഗ്. അതായത് എപ്പോഴും ഇവിടെ 1 കൂളം ചാർജ് ആയിരുന്നു വെക്കേണ്ടത്, പക്ഷെ നമ്മൾ വെച്ചത് Q0 ചാർജ് ആയിപ്പോയി. അപ്പോൾ അവിടെ ഉള്ള അതിനെ 1 കൂളം ആക്കാൻ വേണ്ടി നമ്മൾ അതിനെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾവേസ് ഈക്വൽ ടു F, which is the force experienced divided by Q0, which is the test charge that we are putting. മനസ്സിലായോ? സോ E equal to F divided by Q0. നമുക്ക് F ന്റെ എക്സ്പ്രഷൻ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൂളംസ് ലോ വെച്ച് K Q1 എന്ന് പറയുന്ന സോഴ്സ് ചാർജ് ആണ്, Q0 ടെസ്റ്റ് ചാർജ് ആണ്, ഡിവൈഡഡ് ബൈ R സ്ക്വയർ. സോ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എഴുതി കൂളംസ് ലോ വെച്ച് ഡിവൈഡഡ് ബൈ Q0 അല്ലെ, ഡിവൈഡഡ് ബൈ Q0. സോ Q0 കട്ടായി പോയി,
ആൻഡ് ദെൻ യു ഹാവ് ടു പുട്ട് ആർ വെക്ടർ. ആർ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ. സോ ആറിന്റെ യൂണിറ്റ് വെക്ടർ ഇടുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ R12 ഇട്ടില്ല, അതേപോലെ ഇവിടെ ആർ വെക്ടർ ഇടുന്നു. സോ ദ എഫക്റ്റീവ് എക്സ്പ്രഷൻ ഈ Q0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എന്തായി മാറി? K ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു ആർ വെക്ടർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഏതൊരു പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും അവിടെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫോഴ്സ് ആവുമ്പോൾ ഉണ്ടാവുക ആ സെയിം ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെ വെക്കുന്ന ടെസ്റ്റ് ചാർജിന്റെ വാല്യൂ Q0 ആയിരിക്കും എടുക്കുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് F ഡിവൈഡഡ് ബൈ Q0. അതിന്റെ എക്സ്പ്രഷൻ ആണ് K ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ വെക്ടർ. ഓക്കെ, സോ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. സോ ഇലക്ട്രിക് ഫീൽഡ് പറയുക ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 കാര്യങ്ങൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തൊക്കെയാ പറയേണ്ടത്? ആദ്യം അതിന്റെ ഡെഫിനിഷൻ പറയണം. സോ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, electric field at a point is defined as the force experienced by a unit test charge at that point എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എക്സ്പ്രഷൻ പറയണം. എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞു K Q1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ വെക്ടർ. ഓക്കെ, ദെൻ യൂണിറ്റ്സ് പറയണം. ഓക്കെ, യൂണിറ്റ്സ് പറയണം, ഡയമെൻഷൻ പറയണം, ആൻഡ് ദെൻ ഇത് സ്കേലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്നുള്ളത് പറയണം. ആൻഡ് ദെൻ എനി പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ എഴുതി ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടുക. സോ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡെഫിനേഷനും എക്സ്പ്രഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കേണ്ടത് ഇതിന്റെ യൂണിറ്റ്സ് ആണ്. സോ യൂണിറ്റ്സ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ നോക്കാം, യൂണിറ്റ് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതിയാൽ മതി, അതിന്റെ യൂണിറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ ഇവിടെ എക്സ്പ്രഷൻ നോക്കാം, F ഡിവൈഡഡ് ബൈ Q0 ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. എഫിന്റെ യൂണിറ്റ് എന്തുവാ? ഫോഴ്സിന്റെ, ഇറ്റ് ഇസ് ന്യൂട്ടൺ അല്ലെ. ഫോഴ്സ് ഇസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ആസ് ന്യൂട്ടൺ. 5 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. Q0 ചാർജ്. ചാർജിന്റെ യൂണിറ്റ് എന്തുവാ? നമ്മൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, ചാർജ് ഇസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ആസ് കൂളം. അതുകൊണ്ടാണ് കൂളംസ് ലോ എന്ന് തന്നെ വന്നത്. ഓക്കെ, സോ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ കൂളം, അത് തന്നെ ആയിരിക്കും ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, മനസ്സിലായി? സോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾവേസ് ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ കൂളം. നെക്സ്റ്റ് അതിന്റെ ഡയമെൻഷൻ പറയുവാണെന്നുണ്ടെങ്കിലോ ഫോഴ്സിന്റെ ഡയമെൻഷൻ നോക്കാം. ഡയമെൻഷനും വീണ്ടും എന്താണോ എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ എഴുതിയിട്ട് അതിന്റെ ഡയമെൻഷൻസ് ഡിവൈഡ് ചെയ്തോ മൾട്ടിപ്ലൈ ചെയ്തോ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഡയമെൻഷൻ കിട്ടും. സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ mL(T⁻²) ആണ്. സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ ആദ്യം എഴുതുക, mL(T⁻²). ഇതാണ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. സോ ചാർജിന്റെ എക്സ്പ്രഷൻ ഡയമെൻഷൻ 80 ആണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് സെഷനിൽ പഠിച്ചിട്ടുണ്ട്. അത് നോക്കാത്തവർ അഗൈൻ വീണ്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി ഫസ്റ്റ് സെഷൻ നോക്കിയിട്ട് ഇവിടെ വരിക, അപ്പൊ ഇത് മനസ്സിലാവും. ഓക്കെ, സോ mL(T⁻²) ഡിവൈഡഡ് ബൈ 80. സോ ഈ T⁻² ഓൾറെഡി ഉണ്ട്. ഇത് T⁻1 ആവും മോളിൽ പോകുമ്പോൾ. സോ T⁻3 A മോളിൽ പോകുമ്പോൾ A⁻1 ആവും. സോ mL into A⁻1 and T⁻3. ഓക്കെ, ഇതാണ് ഈ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് F ഡിവൈഡഡ് ബൈ Q0 ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. Q0 എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. സോ ഒരു വെക്ടർ ക്വാണ്ടിറ്റിനെ ഒരു സ്കേലർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾവേസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മനസ്സിലായോ? സോ സ്കേലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾവേസ് സ്കേലർ ക്വാണ്ടിറ്റി. ഇനി ഒരു ഇമ്പോർട്ടന്റ് ഗ്രാഫും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ദ ഡിസ്റ്റൻസ്. സോ ഞാനൊരു ചാർജ് ഇവിടെ വെക്കുവാണ്. ഓക്കെ, ഇതിന് തൊട്ടടുത്ത് ഞാൻ വേറൊരു ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഫോഴ്സ് ഭയങ്കരമായിരിക്കും. ശരിയാണോ? ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു മാഗ്നറ്റിനെ അനലോഗസ് ആയിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സോ 2 മാഗ്നറ്റ് ഇമാജിൻ ചെയ്യുക. ഒരു മാഗ്നറ്റ് തൊട്ടടുത്ത് ഞാൻ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഭയങ്കരമായിരിക്കും, അവ തമ്മിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ്, ഒരു മാഗ്നറ്റിനെ വളരെ ദൂരെ ഞാൻ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് കുറയും. ശരിയാണോ? സോ ഡിസ്റ്റൻസ് അടുത്ത് വരും തോറും ഡിസ്റ്റൻസ് കുറയും തോറും ഫോഴ്സ് കൂടുതലായിരിക്കും. ശരിയാണോ? ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ചാർജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുമോ ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡും ബിഹേവ് ചെയ്യുക. ശരിയാണോ? അപ്പോ എപ്പോഴും ഡിസ്റ്റൻസ് കുറയുമ്പോൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ കുഞ്ഞു ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം എന്താ? ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും.
ഫോഴ്സ് കൂടുമ്പോൾ ഫോഴ്സ് ബൈ ചാർജും ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫീൽഡ് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഭയങ്കരമായി കുറയും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് 0 ആണ്. ഓക്കെ, 1 2 3 ഇങ്ങനെ നമ്മൾ വരയ്ക്കാന്ന് വെച്ചു. സോ വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് വളരെ അടുത്താണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഗ്രാഫ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. 0 ആയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് അടുത്ത് വരുന്നതോറും ഭയങ്കര കൂടുതലായിരിക്കും. ദൂരെ പോകുന്നതോറും ഇത് കുറഞ്ഞു 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 വന്ന് വളരെ കുറവായി ഇങ്ങനെ പോകും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2 point charges at 10 to the power minus 8 coulomb and 10 to the power minus 10 to the power minus 8 coulomb are placed at 0.1 meter apart. Find the fields at A, B and C. Okay, രണ്ട് ചാർജസ് 10 to the power, ഇതാണ് ആദ്യത്തെ ചാർജ്. ഓക്കെ, സോ ആദ്യത്തെ ചാർജ് 10 to the power minus 8 coulomb, രണ്ടാമത്തെ ചാർജ് 10 to the power minus 8 coulomb, Q1 Q2 എന്ന് നമ്മൾ അതിനെ എഴുതി വെക്കുകയാണ്. അങ്ങനെ രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ 3 പോയിന്റ്സ് എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ്സിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ Q1 നിന്നും 0.05 മീറ്റർ, Q2 നിന്നും 0.05 മീറ്റർ അകലെ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് Q1 നിന്നും 0.05 മീറ്റർ ലെഫ്റ്റിലോട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, ആൻഡ് സി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ടിപ്പിലിരിക്കുന്ന പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ വെക്ടർ സം കണ്ടുപിടിക്കാന്നുള്ളത്. സോ ഫോഴ്സിന്റെ വെക്ടർ സം എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഫീൽഡിന്റെയും വെക്ടർ സം കണ്ടുപിടിക്കുക. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ എയിലെ ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എയിൽ 2 ചാർജ് കാരണം ഫീൽഡ് ഉണ്ടാവും. ആദ്യം ഈ Q1 കാരണം ഒരു ഫീൽഡ് എയിൽ ഉണ്ടാവും, ആൻഡ് ദെൻ Q2 കാരണം വേറൊരു ഫീൽഡ് എയിൽ ഉണ്ടാവും. ആ രണ്ട് ഫീൽഡിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫീൽഡ്. എങ്ങനെയാണ് നെറ്റ് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്? ഈ ടോട്ടൽ വിൽ ബി ഈക്വൽ ടു E1 പ്ലസ് E2 വേർ ദീസ് ആർ വെക്ടർ സംസ്. ഓക്കെ, സോ അങ്ങനെ വെക്ടർ സം കണ്ടുപിടിച്ച് എയിലെയും ബിയിലെയും സിയിലെയും ഫീൽഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. പോസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചു നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, സോ എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. എപ്പോഴും ഓർക്കുക, നമ്മൾ അഗൈൻ വെക്ടർ സം ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ വെക്ടർ സം ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ മാഗ്നിറ്റ്യൂഡ് നോക്കുന്നതിന്റെ കൂടെ അതിന്റെ ഡയറക്ഷനും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടർ സം ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഡെഫിനേഷൻ ഓർക്കുക. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ പോയിന്റ് ഈസ് defined as the force experienced by a unit test charge at that point. ഏതൊരു പോയിന്റിലും ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുക, ഒരു 1 കൂളം ചാർജ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് അവിടെ ഉള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണോ അത് തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ. അതാണ് ഇവിടെ ഡെഫിനേഷൻ. സോ എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എനിക്ക് അതിന്റെ ഫോർമുല അറിയാം, വിച്ച് ഇസ് KQ1 / R² എന്നുള്ള ഫോർമുല നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഡയറക്ഷനും കൂടെ മനസ്സിലാക്കണം, കാരണം ദിസ് ഇസ് ഓൾവേസ് എ വെക്ടർ. സോ വെക്ടർ സം വേണം എടുക്കാൻ. സോ വെക്ടർ സം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, Q1 കാരണം എയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, Q2 കാരണം എയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇത് രണ്ടിന്റെയും വെക്ടർ സം വേണം എടുക്കാൻ. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ Q1 കാരണം എയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എയിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഉള്ളതായി അസ്യൂം ചെയ്യുക. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 കൂളംബ് ആയിരിക്കും അതിന്റെ വാല്യൂ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 10 to the power -8 കൂളം, വിച്ച് ഇസ് എ പോസിറ്റീവ് ചാർജ്. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ് Q1 എന്ന് പറയുന്നത്. ഈ Q2 എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് 1 കൂളം ആണ്. സോ അതും പോസിറ്റീവ് ചാർജ് ആണ്. സോ രണ്ട് ചാർജും പോസിറ്റീവ് ആയി. സോ ദേ ആർ ലൈക്ക് ചാർജസ്. സോ ലൈക്ക് ചാർജസ് ആകുമ്പോൾ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, സോ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ ചാർജ് എപ്പോഴും ആ 1 കൂളം ചാർജിനെ അങ്ങോട്ട് പിടിച്ച് നീക്കാനായിരിക്കും ശ്രമിക്കുന്നത്. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ചാർജിനെ അങ്ങോട്ട് നീക്കാനായിരിക്കും ശ്രമിക്കുന്നത്. നമുക്ക് അടുത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ആ ചാർജിന്റെ ഡയറക്ഷൻ, ആ ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, away from the charge, right? ഓക്കെ, ഇനി Q2 എയും തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് നോക്കാം. എയിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് 1 കൂളം, ആൻഡ് ക്യൂവിൽ ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, സോ അൺലൈക്ക് ചാർജസ് they attract each other.
അല്ലെ? സോ ഒരു നെഗറ്റീവ് ചാർജിന് അടുത്ത് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജ് ഇതിനെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കും അല്ലെ? അപ്പോ അവിടെ ഉള്ള Q2 കാരണമുള്ള ഇലക്ട്രിക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അങ്ങോട്ട് തന്നെ ആയിരിക്കും. സോ രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആയി കഴിഞ്ഞു. മനസ്സിലായോ? സോ രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആയി കഴിഞ്ഞു. എനിക്ക് ആദ്യം എഫക്റ്റീവ് ഫീൽഡ് അറ്റ് എ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അതിന് ഞാൻ ഈ എ എന്ന് എഴുതുവാണ്. സോ അവിടെ രണ്ട് ഫീൽഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. Q1 കാരണം എയിൽ ഒരു ഫീൽഡ് ഉണ്ട്, അത് അങ്ങോട്ടാണ്. Q2 കാരണം എയിൽ ഒരു ഫീൽഡ് ഉണ്ട്, അതും അങ്ങോട്ടാണ്. ഓക്കെ, സോ ആദ്യം എപ്പോഴും ഇത് ഓർക്കുക, ഇത് എഴുതുമ്പോഴത്തേക്കും വെക്ടർ സം ആണ്. സോ ആ രണ്ട് ഫീൽഡിന്റെയും വെക്ടർ സം വേണം എടുക്കാൻ. സോ വെക്ടർ സം എടുക്കണം എന്നുണ്ടെങ്കിൽ അണ്ടർ റൂട്ട് ഓഫ് ആദ്യത്തെ Q1 കാരണം എയിൽ ഉണ്ടാവുന്ന ഫീൽഡ്, അതിന് ഞാൻ E1A എന്ന് എഴുതുന്നു. ഓക്കെ, E1A സ്ക്വയർ അല്ലെ, റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ എന്നുള്ള ഫോർമുലയാണ് ഞാൻ എഴുതുന്നത്. അപ്പോ E1A സ്ക്വയർ പ്ലസ് E2A സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു E1A. E2A എന്ന് പറയുന്നത് E2 കാരണം എയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഫീൽഡിനെയാണ്. ഓക്കെ, സോ റൂട്ട് ഓഫ് E1A സ്ക്വയർ പ്ലസ് E2A സ്ക്വയർ പ്ലസ് 2 E1A E2A cos theta. ഇനി ശ്രദ്ധിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു Q1 കാരണം എയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് അങ്ങോട്ടാണ്, Q2 കാരണം എയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് അതും അങ്ങോട്ടാണ്. സോ രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇതിങ്ങനെ ഇരിക്കുവാണെങ്കിൽ 90 ഡിഗ്രി ആയിരുന്നു. സോ ഇത് കുറഞ്ഞ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, അപ്പൊ ആംഗിൾ 0 ആയിരിക്കും. ശരിയാണോ? രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അവ തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 0 ആണ്. ആൻഡ് കോസ് 0 ഇസ് ഓൾവേസ് 1. ഓക്കെ, സോ അതെന്തായി മാറി? റൂട്ട് ഓഫ് E1A സ്ക്വയർ പ്ലസ് E2A സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു E1A E2A ഇൻറ്റു കോസ് 0. കോസ് 0 ഇസ് 1. ഓക്കെ, നമുക്ക് എപ്പോഴും അറിയാം A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB എന്ന് പറയുന്ന A പ്ലസ് BB ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് E1A സ്ക്വയർ E1A പ്ലസ് E2A the whole square. Okay, which is nothing but E1A plus E2A. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രണ്ട് വെക്ടേഴ്സ് സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ റൂട്ടൊന്നും എഴുതി കണ്ടുപിടിക്കില്ല, ഡയറക്റ്റ്ലി അതിനെ പിടിച്ച് ആഡ് ചെയ്താൽ മതി. കാരണം അവ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പൊ 0 ആകുമ്പോഴത്തേക്കും ഈ കോസ് തീറ്റ 1 ആയി മാറും. ഈ കോസ് തീറ്റ 1 ആയി മാറുമ്പോഴത്തേക്കും ഈ എക്സ്പ്രഷൻ A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ ആയിട്ട് മാറും. എന്നിട്ട് വെറുതെ ആഡ് ചെയ്യുന്നതായിട്ടുള്ള റിസൾട്ടന്റ് രീതിയിലോട്ട് വരും. അപ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട്, ആ രണ്ട് ഫോഴ്സും തമ്മിൽ ഉള്ള അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ആ രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ ആ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എനിക്ക് ആ രണ്ട് വെക്ടേഴ്സിനെയും വെറുതെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഈ എ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് E1A എന്ന് പറയുന്നത് Q1 കാരണം എയിൽ ഉണ്ടാവുന്ന ഫീൽഡ്, E2A Q2 കാരണം എയിൽ ഉണ്ടാവുന്ന ഫീൽഡ്, ആ രണ്ട് ഫീൽഡിനെയും എടുത്ത് വെറുതെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എങ്ങനെ ഇത് ആഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് EA will be equal to E1A plus E2A. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം, K into Q1 divided by R square. ഓക്കെ, സോ ഇത് എന്തായി മാറി? K into Q1 divided by R square, R1 square. എയിൽ നിന്നും Q1 ഡിസ്റ്റൻസ്, Q1 എന്ന് പറയുന്ന ചാർജ്, K ന്റെ വാല്യൂ നമുക്ക് നേരത്തെ അറിയാം. K ന്റെ വാല്യൂ അറിഞ്ഞുകൂടാത്തവർ സെക്കൻഡ് സെഷൻ വീണ്ടും പോയി കാണുക. അതിൽ K ന്റെ വാല്യൂ എത്രയാണെന്നുള്ളതും ഉണ്ട്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, സെക്കൻഡ് വൺ, രണ്ടാമത്തെ ഫീൽഡ് E2A, Q2 കാരണം എയിൽ ഉണ്ടാവുന്ന ഫീൽഡ് K into Q2 divided by R2 square. R2 എന്ന് പറയുന്നത് Q2 ൽ നിന്നും എയിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ ഓരോ വാല്യൂസ് ഞാൻ എഴുതാം. K എന്ന് പറയുന്നത് 9 into 10 to the power 9 ന്യൂട്ടൺ ആണ്. ഓക്കെ, Q1 നമുക്കറിയാം ഇവിടെ ഉണ്ട്, 10 to the power -8 കൂളംബ് ആണ്. Q2 അറിയാം, -10 to the power -8 കൂളംബ് ആണ്. R1 ഉം R2 ഈക്വൽ തന്നെയാണ്. ഇവിടെ എത്രയാണ്? 0.05 ആണ്, ഇതും 0.05. R1 ഉം R2 ഉം 0.05
മീറ്റർ ആണ്. ഓക്കെ, സോ ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയിലുള്ള എഫക്റ്റീവ് ഫീൽഡ് കിട്ടും. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ ഇല്ലാത്തവർ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചോളുക. ആൻഡ് ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സോ 9 × 10⁻9 k ഇൻറ്റു Q1. Q1 എന്ന് പറയുന്നത് നമുക്കറിയാം 10⁻−8 ഡിവൈഡഡ് ബൈ R1 സ്ക്വയർ 0.05 the whole square പ്ലസ് ഓക്കെ k E2a ആണ് കണ്ടുപിടിക്കുന്നത്. സോ k എഴുതി 9 × 10⁻9 into Q2 minus 10⁻8 divided by 0.05 the whole square. Okay, കാൽക്കുലേറ്ററിൽ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 3.6 × 10⁴. എപ്പോഴും ഓർക്കുക, ഈ വാല്യൂ മാത്രം എഴുതിയാൽ പോരാ. ഈ വാല്യൂ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. എപ്പോഴും യൂണിറ്റും കൂടെ എഴുതണം. സോ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ കൂളർ. ഓക്കെ, സോ എയിൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത് 3.6 × 10⁴ ന്യൂട്ടൺ പെർ കൂളർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബിയിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ EB എന്ന് പറയും. അഗൈൻ ബിയിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ബിയിൽ ഒരു 1 കൂളം ചാർജ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, 1 കൂളം ചാർജ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാം, ആദ്യം Q1 നിന്നും ബിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം. Q1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് ആണ്. Q2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് ആണ്. 1 കൂളംബാണ്, പോസിറ്റീവ് ചാർജ് ആണ്. സോ Q1 ൽ നിന്നും ബിയിലോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൽസീവ് ആയിരിക്കും. ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യിച്ചത്. സോ ഇവനെ പിടിച്ച് നീക്കാൻ, അങ്ങോട്ട് നീക്കാനായിരിക്കും ശ്രമിക്കും. ദൂരെ പോ എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, സോ ഇത് ഇങ്ങോട്ടായിരിക്കും. E1B എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, E1B 1 ൽ ബി കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് E2B കണ്ടുപിടിക്കണം. ബിയിൽ Q2 കാരണം ഉണ്ടാവുന്ന ഫീൽഡ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അഗൈൻ 1 കൂളം ചാർജ് ഉണ്ട്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ -10⁻−8 ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഫോഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് അൺലൈക്ക് ചാർജസ്. സോ അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. സോ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ച് അങ്ങോട്ട് വലിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അതേപോലെ ഈ നെഗറ്റീവ് ചാർജ് ഈ ബിനെ അങ്ങോട്ട് പിടിച്ച് വലിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. സോ ദ ഡയറക്ഷൻ ഓഫ് E2B വിൽ ബി ദി ഓപ്പോസിറ്റ്. ഇതായിരിക്കും E2Bന്റെ ഡയറക്ഷൻ. ഓക്കെ, സോ അഗൈൻ ഇപ്പൊ ഇവിടെ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഓക്കെ, സോ EB കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് E1B സ്ക്വയർ പ്ലസ് E2B സ്ക്വയർ പ്ലസ് E1B 2E1B E2B cos തീറ്റ. ഇനി തീറ്റ നോക്കുക, E1B ഇങ്ങോട്ടാണ്, E2B ഇങ്ങോട്ടാണ്. ഇതാണ് B എന്ന് പറഞ്ഞ പോയിന്റ് എന്നുണ്ടെങ്കിൽ സോ ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രീസ് ആയിരിക്കും. സോ കോസ് തീറ്റയ്ക്ക് പകരം അവിടെ cos 180 ആയി. cos 180 is always -1. സോ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? റൂട്ട് ഓഫ് E1B സ്ക്വയർ പ്ലസ് E2B സ്ക്വയർ മൈനസ് 2E1B E2B. ഓക്കെ, സോ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് 2AB അല്ലെ? എന്താണ്? A മൈനസ് B ദി ഹോൾ സ്ക്വയർ. അപ്പൊ റൂട്ട് ഓഫ് E1B മൈനസ് E2B ദി ഹോൾ സ്ക്വയർ. എന്താണിത്? E1B മൈനസ് E2B. വീണ്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കി, രണ്ട് സാധനങ്ങൾ തമ്മിൽ 180 ഡിഗ്രി ആണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് അങ്ങോട്ട്, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ 180 ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഗൈൻ ഈ വെക്ടർ ഫോം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. വെറുതെ ആ രണ്ട് വെക്ടേഴ്സിനെയും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാം. സോ EB നമുക്ക് എങ്ങനെ എഴുതാം? E1B മൈനസ് E2B എന്ന് എഴുതാം. EB ഈക്വൽ ടു E1B മൈനസ് E2B. ഓക്കെ, E1B യുടെ എക്സ്പ്രഷൻ അഗൈൻ K ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ R1 സ്ക്വയർ പ്ലസ് K ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് K യുടെ വാല്യൂ അറിയാം. 9 × 10⁻9
ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. എപ്പോഴും യൂണിറ്റ് എഴുതുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Q1 എന്ന് പറയുന്നത് 10⁻⁻8 കൂളം, Q2 എന്ന് പറയുന്നത് -10⁻⁻8 കൂളം, R1 എന്ന് പറയുന്നത് R1 എന്ന് പറയുന്നത് Q1 ൽ നിന്നും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 0.05 മീറ്റർ ആണ്. 0.05 മീറ്റർ. R2 എന്ന് പറയുന്നത് Q2 ൽ നിന്നും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സോ 0.05 plus 0.05 plus 0.05 plus 0.05 which is 0.15. Okay, so ഈ വാല്യൂസ് എല്ലാം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതാണ്. ഈ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 3.2 into 10⁻⁴ ന്യൂട്ടൺ പെർ കൂളം എന്നായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ എ കണ്ടുപിടിച്ചു. ഈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.6 into 10⁻⁴ ന്യൂട്ടൺ പെർ കൂളം എന്ന് കിട്ടി. ഈ ബി കണ്ടുപിടിച്ചു. ഈ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.2 into 10⁻⁴ ന്യൂട്ടൺ പെർ കൂളമാണ്. ഇനി നമുക്ക് മൂന്നാമതൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ ടഫാണ്. സോ മൂന്നാമത്തെ പോയിന്റ് സി ആണ്. സോ സിയിലുള്ള എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഈ സി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ സി കണ്ടുപിടിക്കാൻ അഗൈൻ നമ്മൾ സെയിം ഫോർമുല തന്നെ ആയിരിക്കും എഴുതുന്നത്. Q1 കാരണം സിയിൽ ഉണ്ടാവുന്ന ഫീൽഡ് E1C സ്ക്വയർ പ്ലസ് E2, Q2 കാരണം സിയിൽ ഉണ്ടാവുന്ന ഫീൽഡ് E2C സ്ക്വയർ പ്ലസ് 2 into E1C E2C cos theta. ഓക്കെ, ഇനി ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, സിയിൽ വീണ്ടും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1 കൂളം ചാർജ് ഉള്ളതായി അസ്യൂം ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കാം. ആദ്യം നോക്കാം, ഇവിടെ ഒരു 1 കൂളം ചാർജ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ ഒരു 1 കൂളം ചാർജ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, രണ്ട് പോസിറ്റീവ് ചാർജ്, അവ തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ചത്. സോ ഇവൻ അവനെ പിടിച്ച് അങ്ങോട്ട് നീക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഓക്കെ, സോ ആ ഡയറക്ഷൻ E1C യുടെ ഡയറക്ഷൻ ഇതായിരിക്കും. ഓക്കെ, ദിസ് ഇസ് E1C. ഓക്കെ, ഇനി E2C നോക്കുക. നെഗറ്റീവ് ചാർജ് ആണ്, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. ഇവ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുന്നത്? ഇവൻ അവനെ പിടിച്ച് അങ്ങോട്ട് വലിക്കാനായിരിക്കും ശ്രമിക്കുന്നത്, അല്ലെ? ഇങ്ങോട്ട് വലിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോ എപ്പോഴും ഇതായിരിക്കും E2C. അപ്പൊ എപ്പോഴും E1Cയും E2Cയും തമ്മിലുള്ള ആംഗിൾ വേണം കണ്ടുപിടിക്കാൻ. E1C അങ്ങോട്ട്, E2C ഇങ്ങോട്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആംഗിൾ ആണ് തീറ്റ, ശരിയാണോ? ആ തീറ്റയാണ് അവിടുത്തെ കോസ് തീറ്റ ആയിട്ട് വരുന്നത്. അപ്പൊ അവിടുത്തെ തീറ്റ എനിക്ക് കണ്ടുപിടിക്കണം. അവിടുത്തെ തീറ്റ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കി, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണ്. 0.1 മീറ്റർ 0.1 മീറ്റർ 0.1 മീറ്റർ. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ആംഗിൾ നമുക്കറിയാം. എത്രയാ ഈ വരുന്ന ആംഗിൾ? 60 ഡിഗ്രി, ശരിയാണോ? ഈക്വലാറ്ററൽ ട്രയാംഗിളിന്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി അല്ല, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ തീറ്റ എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ, തീറ്റ 120 ഡിഗ്രി. ഓക്കെ, സോ ഈ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് E1C സ്ക്വയർ പ്ലസ് E2C സ്ക്വയർ പ്ലസ് 2 into E1C E2C cos 120. ഇനി നമുക്ക് E1Cയും E2Cയും എത്രയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെ? ഞാൻ ഇവിടെ മായ്ക്കുവാണ്. ഓക്കെ, E1C കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ E1C എന്ന് പറയുന്നത് K into Q1 divided by R1 സ്ക്വയർ, ശരിയാണോ? E2C എന്ന് പറയുന്നത് K into Q2 divided by R2 സ്ക്വയർ. ഓക്കെ, K ന്റെ വാല്യൂ നമുക്കറിയാം, 9 into 10⁻⁹. Q1 again 10⁻⁻8. ഇവിടെ ഇരിപ്പുണ്ട്, കൂളംബാണ്. ഇത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. Q2 നമുക്കറിയാം, -10⁻⁸ കൂളം. ഓക്കെ, R1 ഈ ഡിസ്റ്റൻസ് Q1 ൽ നിന്നും സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് 0.1 മീറ്റർ. R2 0.1 മീറ്റർ. ഓക്കെ, ഈ വാല്യൂസ്
ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് E1Cയും E2Cയും കിട്ടും. ഈ വാല്യൂസ് എല്ലാം ഐഡന്റിക്കൽ ആയതുകൊണ്ട് E1Cനെയും നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അടിച്ചു നോക്കാം. സോ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് E1C എന്ന് പറയുന്നത് 9 into 10 to the power 3 കൂളം എന്നായിരിക്കും കിട്ടുക. E2Cയും 9 into 10 to the power 3 കൂളംസ് എന്നായിരിക്കും കിട്ടുന്നത്. സോ E1C E2C വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എനിക്കറിയാം EC എത്രയാണ്? E1C സ്ക്വയർ റൂട്ട് ഓഫ് E1C സ്ക്വയർ 9 into 10 to the power 3 whole square plus E2C square 9 into 10 to the power 3 whole square plus 2 into E1C E2C നമുക്കറിയാം 2 into 9 into 10 to the power 3 whole square into cos 150. രണ്ട് E1Cയും E2Cയും 9 into 10 to the power 3 ആയതുകൊണ്ട് ഞാൻ 9 into 10 to the power 3 whole square എന്ന് എഴുതി. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ വാല്യൂ. ഇത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ വാല്യൂ കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നത് EC എന്ന് പറയുന്നത് ഫൈനലി കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 9 into 10 to the power 3 ന്യൂട്ടൺ പെർ കൂളം തന്നെ. സോ എയിലുള്ള ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. That is 3.6 into 10 to the power 4 Newton per coulomb. ബിയിലുള്ള കണ്ടുപിടിച്ചു 3.2 into 10 to the power 4 Newton per coulomb. ആൻഡ് സിയിലുള്ള കണ്ടുപിടിച്ചു 9 into 10 to the power 3 Newton per coulomb. സോ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് വെക്ടർ ഫോമിൽ കൂളംസ് ലോ എഴുതേണ്ടതെന്നുള്ളത്. വെക്ടർ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഡയറക്ഷനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു. മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ ഇലക്ട്രിക് ഫീൽഡിലും ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ദെൻ നമ്മളൊരു പ്രോബ്ലം ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ദം ഇൻ ദി കമന്റ്സ്. ഞാനത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും.